നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. വനത്തിനുള്ളിൽ അജ്ഞാതനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് മാസങ്ങളുടെ പഴക്കം. കുപ്രസിദ്ധ മോഷ്ടാവ് കാസറ്റ് കുമാർ പിടിയിൽ. പിടികൂടിയത് കൂടൽ പോലീസ്. തൊഴിലുറപ്പ് തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മരണപ്പെട്ടത് കഴുതുരുട്ടി സ്വദേശി ഹനീഫ. കുളത്തൂപ്പുഴ തെന്മല വനത്തിനുള്ളിൽ അജ്ഞാതനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എർത്ത് ഡാമിന് സമീപത്തായി മാസങ്ങൾ പഴക്കം വരുന്ന മൃതദേഹമാണ് കണ്ടെത്തിയത്. വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന്റെ അരയ്ക്കു താഴ്ഭാഗം പൂർണ്ണമായും കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മുഖവും വികൃതമാണ്. സമീപത്തെ സ്റ്റേഷനുകളിൽ കാണാതായവരെ കുറിച്ച് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി. ഏകദേശം 40നും 60നും ഇടയിൽ പ്രായം വരുന്ന പുരുഷന്റെ ശരീരമാണിതെന്ന് പോലീസ് പറഞ്ഞു. കുളത്തൂപ്പുഴ പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹത്തിന് സമീപത്തു നിന്നും ചെരുപ്പുകളും പ്ലാസ്റ്റിക് കവറുകളും പോലീസ് കണ്ടെടുത്തു. കവറിനുള്ളിൽ വസ്ത്രങ്ങളും പാലോട് മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അക്ഷരം എന്ന സംഘടനയുടെ ഒപ്പുശേഖരണത്തിന്റെ നോട്ടീസും ലഘുലേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. കേരളത്തിലെ സിമന്റ് വില വർധനയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ആര്യങ്കാവ് ആറോ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ സമരക്കാരെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ഉപരോധ സമരം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കരാറുകാരുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് കരാറുകാരായിട്ടുള്ള ആളുകൾ, കോൺട്രാക്ടർമാരാണ് സമരം ചെയ്യുന്നതെങ്കിലും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിനോടൊപ്പം സഹകരിക്കാനും ഇത് വിജയിപ്പിക്കാനും സിമന്റ് വില വർധനവ് പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ജയമോഹൻ ആവശ്യപ്പെട്ടു. PBCI സംസ്ഥാന പ്രസിഡന്റ് കെ പ്രദീപ് പരിപാടിയിൽ അധ്യക്ഷനായി. ട്രഷറർ കെ ജയപ്രകാശൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം ആർ സുരേഷ്, CPI ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS സോമരാജൻ, ബിനു മാത്യു, CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായി തോമസ്, PD സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, ആര്യങ്കാവ്. നിരവധി മോഷണ കേസിലെ പ്രതിയായ 42കാരനെ കൂടൽ പോലീസ് പിടികൂടി. പുനലൂർ വാളക്കോട് ചെങ്കുളം കൊപ്പാറ വീട്ടിൽ അജയകുമാറാണ് പിടിയിലായത്. കാസറ്റ് കുമാർ എന്നറിയപ്പെടുന്ന അജയകുമാറിന്റെ പേരിൽ പത്തനാപുരം, കൂടൽ, പുനലൂർ, അഞ്ചൽ, കുണ്ട്ര എന്നീ സ്റ്റേഷനുകളിലായി മോഷണം, അടിപിടി ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. പത്തനാപുരം, കലഞ്ഞൂർ, ഇടത്തറ പ്രദേശങ്ങളിൽ നടന്ന റബ്ബർ ഷീറ്റ് മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ബൈക്കിലെത്തി മാല പൊട്ടിക്കൽ, വാഹനമോഷണം തുടങ്ങിയ കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കേസിനാസ്പദമായിട്ടുള്ളത് കലഞ്ഞൂര് ഉള്ള ഒരു വീട്ടിലെ ടെറസിൽ നിന്നും 60 കിലോ റബ്ബർ ഷീറ്റ് മോഷണം ചെയ്തെടുത്തതിന് പത്തനംതിട്ട കോടതിയിൽ നിന്ന് ഞങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചാണ് ഇന്നിപ്പം റിക്കവറി നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് മറ്റ് കേസുകളൊക്കെ ഉണ്ട്, അത് ഫുള്ളായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ്. അന്തർ സംസ്ഥാന മോഷ്ടാക്കളുമായി ഇയാൾക്കുള്ള ബന്ധത്തെപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്. റബ്ബർ ഷീറ്റ് വിറ്റ പത്തനാപുരത്തെ കടയിൽ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൂടൽ SI വിജയന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കഴുതുരുട്ടിയിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. 3ാം ഡിവിഷനിൽ മുഹമ്മദ് ഹനീഫാണ് മരിച്ചത്. നെടുമ്പാറ ഉരുളൻകാട്ടിൽ വനത്തിനുള്ളിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഹനീഫ കുഴഞ്ഞു വീണത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയ്യമ്മാൾ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ഹനീഫയുടെ മരണത്തിൽ അനുശോചിച്ചു. മരണപ്പെട്ട മുഹമ്മദ് ഹനീഫയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് NRGS CITU ഏരിയ കമ്മിറ്റി അംഗം ആർ സുരേഷും NRGS AITUC പ്രതിനിധി PB അനിൽമോനും ആവശ്യപ്പെട്ടു. ഈ വർക്ക് സൈറ്റിൽ വെച്ച് മരണപ്പെട്ട കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിയന്തരമായി 2 ലക്ഷം രൂപ സഹായം നൽകി ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ളതാണ് NRGS ഏരിയ കമ്മിറ്റിക്ക്. ഈ മുഹമ്മദ് ഹനീഫയുടെ കുടുംബത്തിന് അടിയന്തര സഹായം നൽകാനും മുഹമ്മദ് ഹനീഫയ്ക്ക് തൊഴിലുറപ്പ് ജോലി സമയത്ത് നടന്ന മരണത്തിന് നഷ്ടപരിഹാരം നൽകാനും ഇതിന്റെ ആര്യങ്കാവ് പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് അധികൃതരും തയ്യാറാകണമെന്ന്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. കേരള സർക്കാർ ജീവനക്കാരും അധ്യാപകരും 22-ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത സമരസമിതി പ്രവർത്തകർ പുനലൂരിൽ പ്രകടനം സംഘടിപ്പിച്ചു. ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. 2014 ജൂലൈ 1 മുതൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാല ആശ്വാസമായി അനുവദിക്കുക, 5 വർഷ തത്വം ഉറപ്പാക്കി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പുനഃക്രമീകരിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക,
പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, 2013 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിച്ചവരെയും നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാനവാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്കിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങാൻ നമ്മൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി സംഘടനകൾ ഓരോന്നും അവരവരുടെ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി കൂട്ടായ പ്രതിഷേധം നവംബർ 27 സെക്രട്ടേറിയറ്റിന് മുന്നിൽ വമ്പിച്ച റാലിയോടുകൂടി നമ്മൾ നടത്തുകയുണ്ടായി. എന്നാൽ ഈ ഗവൺമെന്റ് അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. ഗവൺമെന്റിന് ഒരുപക്ഷെ ആ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടത്തുന്ന ജീവനക്കാരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളുപരി കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ആകെ മന്ത്രിമാർ അഴിമതിയിലും അതുപോലെ ഈ ഖജനാവും ആകെ കൊള്ളയടിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. KSTA ജില്ലാ കമ്മിറ്റി അംഗം K അശോകൻ അധ്യക്ഷനായി. ആക്ഷൻ കൌൺസിൽ അംഗം M സഫീർ സ്വാഗതം പറഞ്ഞു. R ഉദയൻ, K അനിൽ, സന്തോഷ് ജിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. കുളത്തൂപ്പുഴയിൽ തടി ലോറി മറിഞ്ഞ് അപകടം. കൂവക്കാട് 1C കോളനിയിലേക്ക് തടിയുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച 7 മണിയോടെയായിരുന്നു അപകടം. കുളത്തൂപ്പുഴ RPL എസ്റ്റേറ്റിൽ നിന്നും മുറിച്ച റബ്ബർ തടിയുമായി എത്തിയ ലോറി കൂവക്കാട് 1C കോളനിക്ക് സമീപം വളവ് തിരിയവേ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവറും ക്ലീനറും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തടികൾ ബന്ധിപ്പിച്ചിരുന്ന കയറുകൾ മുറിച്ചുമാറ്റിയ ശേഷം JCBയുടെ സഹായത്തോടെയാണ് ലോറി ഉയർത്തിയത്. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ കോട്ടവട്ടം നോർത്ത് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാവുകളും സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പരിസ്ഥിതി മാത്രം മരങ്ങളെ കുറിച്ച് ഓർക്കുകയും പിന്നീട് മരങ്ങളുടെ ഇടയിൽ കത്തിവെക്കുകയും ചെയ്യുന്ന സ്ഥിതിയിൽ നിന്നുള്ള ഒരു പുത്തൻ വികസന സംസ്കാരമാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ആ പട്ടികയിൽ ഈ കാവിനെ കൂടി ഉൾപ്പെടുത്തി സംരക്ഷിച്ച് നൽകുന്നതായിരിക്കുമെന്ന കാര്യം നിവേദനത്തിന് മറുപടിയായി ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് കുളങ്ങളാണ്. അത് നമ്മുടെ വികസനത്തില് ഇപ്പൊ ഇവിടെ നമ്മുടെ മെമ്പർ വാർഡിന്റെ പരാധീനതകളെ കുറിച്ച് വരച്ചു കാട്ടി. സാധാരണ ഈ റോഡ് എടുത്തോണമെന്നാ പറയുന്നത്. മെമ്പർ കുറച്ചുകൂടെ മര്യാദയ്ക്കാ പറയും. റോഡ് കിടപ്പുണ്ട്, എടുത്തു തന്നാൽ കൊള്ളാം. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നാൽ അതും നല്ലത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നാൽ അതിനേക്കാൾ നല്ലത്. മുതിർന്ന പൌരന്മാരുടെ ഒത്തുചേരലിനും സൌഹൃദം പങ്കുവയ്ക്കുന്നതിനുമായി ജില്ലയിൽ പകൽ വീട് പദ്ധതി നടപ്പാക്കുമെന്നും S ജയമോഹൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കോട്ടവട്ടം HSSലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഇവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സേവാഗ്രാം ഗ്രാമത്തിന്റെ ഉദ്ഘാടനം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മറിയാമ്മ ജോസഫ്, S ഷാനവാസ് ഖാൻ, തങ്കമ്മ എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, അംഗൻവാടി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമോൻ കോട്ടവട്ടം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ജലദൗർലഭ്യം തുടങ്ങിയതോടെ തെന്മല ഡാമിൽ നിന്നും വലതുകര കനാൽ വഴിയുള്ള ജലവിതരണം ആരംഭിച്ചു. 50 സെന്റിമീറ്റർ ഉയരത്തിലാണ് ഡാമിന്റെ ഷട്ടർ തുറന്നത്. പ്രധാനമായും കൃഷി ആവശ്യങ്ങൾക്കായാണ് വലതുകര കനാൽ വഴിയുള്ള ജലം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഡാമിന്റെ ഷട്ടർ ഉയർത്തിയത്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, KAEP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നജീബ്, അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ അച്ഛൻകുഞ്ഞ്, ഉദ്യോഗസ്ഥരായ വിജയൻ, സുദേവൻ, റാണി ലൂയിഡ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ഇടതുകര കനാലിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ ഇതിനുശേഷം മാത്രമേ ഇടതുകര കനാൽ വഴിയുള്ള ജലവിതരണം പുനരാരംഭിക്കൂ. ഇതുവഴിയുള്ള ജലവിതരണത്തിലൂടെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്കാണ് പ്രയോജനം ലഭിക്കുക. നമുക്ക് ഈ വെള്ളം കൊണ്ട് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്കാണ് വലതുകര കനാലിന്റെ ജലം കൊണ്ട് പ്രയോജനം ചെയ്യുന്നത്. ഇപ്പോൾ മാവേലിക്കര പ്രദേശത്ത് അവിടെ കുറച്ച് വയലേലകൾ കടന്ന്
വെള്ളത്തിൻ്റെ ആവശ്യം വന്നതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് മാവേലിക്കര ഭാഗത്ത് വെള്ളം കിട്ടാൻ ഇന്നപ്പോൾ കനാൽ വലതിര കനാൽ ഭാഗികമായി തുറന്നു. ലൈവ് വാർത്ത തെന്മല. ദേശീയ ഗെയിംസിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റൺ കേരള റണ്ണിന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ വൻ ജനപിന്തുണ. ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ആര്യങ്കാവ് ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും സെന്റ് മേരീസ് ഹൈസ്കൂൾ വരെയായിരുന്നു കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഓട്ടത്തിനു മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തെന്മല ഡിഎഫ്ഒ കാർത്തികേയൻ IFS കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു തിരിയായി തെളിഞ്ഞിടാം, പല തിരിയായി ജ്വലിച്ചിടാം, ഒന്നിച്ചൊന്നായി നിറഞ്ഞിടാം, ഈ നാടിനായി തിളങ്ങിയിടാം. ഓരോ ചുവടും ഒരുമയ്ക്കായി ഓടി ഓടി ഉയർത്തിയിടാം കേരള മണ്ണിൻ അഭിമാനം. ഒരു തിരിയായി തെളിഞ്ഞിടാം, പല തിരിയായി ജ്വലിച്ചിടാം, ഒന്നിച്ചൊന്നായി നിറഞ്ഞിടാം. ജയ് ജയ് കായിക കേരളം, ജയ് ജയ് ദേശീയ ഗെയിം, ഒന്നിച്ചൊന്നായി ഒഴുകിയിടാം. റൺ കേരള റണ്ണിന്റെ ഭാഗമായി നെടുമ്പാറ TC വനം HSSലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം നെടുമ്പാറ ജംഗ്ഷൻ ചുറ്റി തിരികെ സ്കൂളിൽ സമാപിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഷാജി P. ബാബു കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ലൈവ് വാർത്ത ആര്യങ്കാവ്. ദേശീയ ഗെയിംസിന് മുന്നോടിയായി സംഘടിപ്പിച്ച റൺ കേരള റണ്ണിന് തെന്മലയിൽ വൻ ജനപങ്കാളിത്തം. സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള ആയിരങ്ങൾ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ തെന്മല ജംഗ്ഷനിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും നിരവധി ആളുകൾ റൺ കേരള റൺ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. 10:20 തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 10:30 റൺ കേരള റൺ തീം സോങ്ങിന്റെ അകമ്പടിയിൽ പ്രശസ്ത ടെലിവിഷൻ താരങ്ങളായ ശരത്, മഞ്ജു എന്നിവർ ചേർന്ന് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. 6 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർ ഒരേ ആവേശത്തിൽ തെന്മല ഡാം ജംഗ്ഷൻ വരെയുള്ള 1.5 കിലോമീറ്റർ നീണ്ട കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാർ, വിദ്യാർത്ഥികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, സർക്കാർ ജീവനക്കാർ, ഇക്കോ ടൂറിസം ജീവനക്കാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ, മാധ്യമപ്രവർത്തകർ, ടാക്സി ഡ്രൈവേഴ്സ് തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ഇതുകൂടാതെ കേരളത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ ഗെയിംസിന് ഐക്യദാർഢ്യവുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തി. ചെങ്കോട്ട പമ്പ്ളി ടൗൺ പഞ്ചായത്ത് ചെയർമാൻ ശങ്കർ സുബ്രഹ്മണ്യൻ, പുതൂർ പഞ്ചായത്ത് ചെയർപേഴ്സൺ രാധ സീനു ദുരൈ, അച്ഛൻ പുതൂർ മുൻ ചെയർമാൻ തങ്കം അച്ഛൻ പുതൂർ, സീനു ദുരൈ തുടങ്ങിയ ജനപ്രതിനിധികളാണ് തെന്മലയിൽ നടന്ന കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുവാൻ അതിർത്തി കടന്നെത്തിയത്. പരിപാടിയുടെ ഭാഗമായി ഡാം ജംഗ്ഷനിൽ ഇടമൺ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ദഫ്മുട്ടും അരങ്ങേറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി കുമാരി സുഗതൻ, ജനപ്രതിനിധികളായ VM സലീം, ഷൈനി ബിജു, VS മണി, ഓമന രമേശ്, C ചെല്ലപ്പൻ, ഉഷാകുമാരി, വിജയകുമാരി, തെന്മല റേഞ്ച് ഓഫീസർ C സുധീർ, KIP അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അച്ഛൻ കുഞ്ഞ്, ഇക്കോ ടൂറിസം മേധാവി R ലക്ഷ്മി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളായ K സുജാത, റോബിൻ ജോസ്, P നൈനാൻ, രാഷ്ട്രീയ പ്രവർത്തകനായ M നാസർ ഖാൻ, പൊതുപ്രവർത്തകരായ M നാസർ ഖാൻ, R സുരേഷ്, S ഖനി, R നന്ദകുമാർ, തോമസ് കുട്ടി, K പ്രകാശ്, വർഗീസ്, മാധ്യമപ്രവർത്തകൻ സനോജ് ഇടപ്പാളയം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത തെന്മല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വനത്തിനുള്ളിൽ അജ്ഞാതനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് മാസങ്ങളുടെ പഴക്കം.
കുപ്രസിദ്ധ മോഷ്ടാവ് കാസറ്റ് കുമാർ പിടിയിൽ, പിടികൂടിയത് കൂടൽ പോലീസ്. തൊഴിലുറപ്പ് തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മരണപ്പെട്ടത് കഴുതുരുട്ടി സ്വദേശി ഹനീഫ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.